നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ഈറ്റ് ടോക്ക് ലവ്. അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ ഇതേ പുതിയൊരു എപ്പിസോഡ് ഈറ്റ് ടോക്ക് ലവിനായിട്ട് ഷൂട്ട് ചെയ്യാണ്. ഓ ഇങ്ങനെ പോകുന്നുണ്ടോ? ആണോ? പോവാണോ? അതമ്മയുടെ ഇന്ന് എനിക്ക് കുറേ ഷൂട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ തൊട്ട് ഞാനും ഷൈനും കൂടെ ഇങ്ങനെ കുറച്ച് റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വരികയാണ്. ഇപ്പൊ ബേസിക്കലി അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറേ നല്ല നല്ല ഹാപ്പനിങ്സ് ഉള്ള ഒരു ടൈമാണ്. സോ നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഡേ ഇൻ മൈ ലൈഫ് എപ്പോൾ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫ്, യെസ്, ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഉടനെ ചെയ്തിരിക്കും കേട്ടോ. എന്താ പൊന്നെ? ഓ, ആദ്യത്തെ ചോദ്യം വായിക്കാട്ടോ. രാഖി നായരുടെയാണ്. ഹായ് രാഖി. ഹായ് ചേച്ചി, വിച്ച് യൂട്യൂബ് ചാനൽ ഇൻഫ്ലുവൻസസ് യു ദി മോസ്റ്റ് ഫോർ ബീങ് പോസിറ്റീവ്? വാട്ട് യു ഡു ദി മോസ്റ്റ്? ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പം അത് കൊറിയൻ യൂട്യൂബ് ചാനൽസ് ആയിരിക്കും. അവരവരുടെ ഡെയിലി ലൈഫ്, അവരുടെ വീട് അവർ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കോസി ആയിട്ട് കൊണ്ട് നടക്കുന്നത്. പിന്നെ അവരുടെ പല പല സീസൺസ്, വിൻ്റർ, സമ്മർ, അവരുടെ ഓരോ ഓട്ടം, ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അവരുടെ ട്രാവൽ വ്ളോഗ്സ് രസമാണ്. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഹാമി മമ്മി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്. ഞാൻ അവരുടെ വലിയ ഫാനാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. മോർണിംഗ് വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ്, ഇതൊക്കെ ഞാൻ ചെയ്യുക നമ്മുടെ ഹാമി മമ്മിയുടെ വ്ളോഗ് കാണുമ്പോൾ വരുന്ന ഒരു സന്തോഷത്തിൽ നിന്നാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ഡ്രൈവ് പോയാലോ? നല്ല ഈവനിങ് ടൈമാണ് ഇവിടെ, നല്ല ഗോൾഡൻ ലൈറ്റ് ഉള്ള ടൈം, സൺസെറ്റ് ടൈം. സോ ഈവനിങ് ചായ കുടിക്കാൻ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. ഡേ ഞാനൊന്ന് റെഡി ആവട്ടെ കേട്ടോ. പുറത്ത് നല്ല കിടക്കാച്ചി വെയിലുള്ള ഒരു സമയമാണ്. മാത്രമല്ല സൺസ്ക്രീൻ ഇടാണ്ട് ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന പരിപാടിയില്ല. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സൺസ്ക്രീൻ ഇടാം. ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുന്നുണ്ടോ എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇത് ആക്ലോജിക്കയുടെ റേഡിയന്റ് സൺസ്ക്രീൻ ആണ്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ആൻഡ് തീരെ ഗ്രീസിനെസ് ഇല്ല. പ്ലസ് ഇറ്റ്സ് പാക്ഡ് വിത്ത് SPF 50 ആൻഡ് PA++++ ഫോർ സ്ട്രോങ് പ്രൊട്ടക്ഷൻ. ഇതിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ഉണ്ട്. ദാറ്റ് ബ്ലെൻഡ്സ് എഫേർട്ട്ലെസ്ലി. സ്റ്റിക്കിനെസ് ഇല്ല, വൈറ്റ് കാസ്റ്റും ഇല്ല. ഇതിൽ നയാസിനമൈഡ് ഉണ്ട് കേട്ടോ, ടു കൺട്രോൾ ഓയിൽ. ആൻഡ് ഇതിലുള്ള വാട്ടർമെലൻ നമ്മുടെ സ്കിന്നിന് ആ ഒരു നാച്ചുറൽ ഗ്ലോ തരും. പെർഫെക്റ്റ് ഫോർ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് സൺസ്ക്രീൻ ഇപ്പൊ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ മുഖത്ത് ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഓയിലി സ്കിൻ ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഞാൻ ഈ ഒരു ഫ്രഷ് ടിഷ്യൂ എടുത്തിട്ട് എന്റെ ഫേസിൽ ഓയിലിനെസ് ഉണ്ടെന്ന് തോന്നുന്ന ഭാഗത്തൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കാം. ഇത് എന്റെ ഫേസിലുള്ള ഓയിലാട്ടോ ഈ കാണുന്നത്. ഇനി ഞാൻ ആക്ലോജിക്കയുടെ ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ആവാൻ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എഗെയിൻ ഒരു ടെസ്റ്റ് ചെയ്യാം. 1 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സെയിം ടെസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. വാവ്, കണ്ടോ? നോ ഓയിലിനെസ്, സോ നോ എക്സ്ട്രാ ഷൈൻ, നോ ഗ്രീസി റെസിഡ്യൂ. ആക്ലോജിക്കയുടെ ഈ ഒരു റേഡിയന്റ് സൺസ്ക്രീൻ ശരിക്കും ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പ്ലസ് ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, കളർ ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, വീഗൻ ആണ്. പിന്നെ സൾഫേറ്റ്സ്, ഫെത്തലൈറ്റ്സ്, പാരബൻ ആൻഡ് മിനറൽ ഓയിൽസ് ഒന്നും ഇല്ല. ടിക്സ് ഓൾ ദി റൈറ്റ് ബോക്സസ്. അപ്പൊ നിങ്ങൾ ഓയിലി സ്കിന്നിനുള്ള ഒരു പെർഫെക്റ്റ് സൺസ്ക്രീൻ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ this is it. ആക്ലോജിക്കയുടെ റേഡിയന്റ് സൺസ്ക്രീനിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് യൂസ് മൈ കോഡ് NIMI2025 to get additional discounts. ഓക്കെ, അപ്പം ഞാൻ റെഡിയായി. നമുക്കെന്നാ പതുക്കെ പോവാം. അടുത്ത ചോദ്യം വായിക്കാമേ. മോർണിംഗ് 4 AM എണീക്കാനായിട്ട് എപ്പോഴാണ് കിടക്കുന്നത്, ഉറങ്ങുന്നത്? എൻ്റെ കുഞ്ഞിന് 2.5 ഏജ് ആണ്. സ്കൂൾ ടൈം കംപ്ലീറ്റ് ആയിട്ട് ടൈം ടേബിൾ മാറ്റണമല്ലോ. കുഞ്ഞ് സ്കൂളാകുമ്പോൾ ടൈം ടേബിൾ മാറ്റണമല്ലോ എന്നാണ് പറയുന്നത്. ഫ്ലാറ്റിൽ നിങ്ങൾ 3 മെമ്പേഴ്സ് മാത്രമാണോ ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ പേര് എൻ്റെ 4 AM മോർണിംഗ് റുട്ടീൻ കാണുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഈ 4 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് ഏത് സമയത്താണ് കിടക്കുന്നത് എന്ന്. ഒരു സ്കൂൾ വീക്ക് ആണെങ്കിലുണ്ടല്ലോ, ഞങ്ങൾ തീർച്ചയായിട്ടും മോർണിംഗ് കൊണ്ട് 8:30 ബെഡിൽ കയറിയിരിക്കും. അപ്പം കുഞ്ഞ് ഉറങ്ങുമ്പോൾ ഒരു 8:30 9 PM ഉള്ളിൽ മോനും ഉറങ്ങും, നമ്മളും ഉറങ്ങും. അപ്പം ഈ 4 മണിക്ക് തുടങ്ങുന്ന നമ്മുടെ ഒരു ഡേ എൻഡ് ചെയ്യുന്നത് ഒരു 8 മണിയാകുമ്പോഴേക്കും ക്ലോസ് ആവും. ഡിന്നറൊക്കെ കഴിച്ച് മോന് ഫുഡ് കൊടുത്ത് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്
എവറിത്തിങ് നെക്സ്റ്റ് ഡേയിലേക്കുള്ള യൂണിഫോമും ഒക്കെ എടുത്ത് വെച്ച് നമ്മളിപ്പോൾ 4 മണിക്ക് എണീക്കണം എന്നുള്ള ഒരു റുട്ടീനാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം 4 മണിക്ക് എണീക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം 8:30 നിങ്ങൾ ബെഡിൽ എത്തിയിരിക്കണം. എനിക്ക് വഴി തെറ്റി ഗൈസ്, നോക്കട്ടെ കേട്ടോ, ആ വഴി അങ്ങോട്ട് പോവോന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ സ്ഥിരം പരിപാടിയാണിത്. ഒരു വഴിക്കിറങ്ങുമ്പോ ആ ചായക്കടയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൈ, ചെറിയൊരബദ്ധം, ചെറുതായിട്ട് അവിടെയായിരുന്നു എത്തേണ്ടത്. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നൈറ്റ് നേരത്തെ കിടന്നാൽ മാത്രമേ നമുക്ക് ഈ 4 മണി എന്നുള്ള റുട്ടീൻ പറ്റുള്ളൂ. ഈവൻ നമ്മൾ ചില ദിവസങ്ങളിൽ ഇപ്പം പിറ്റേ ദിവസം മോനെ സ്കൂളിൽ വിടുന്നില്ല, അല്ലെങ്കിൽ അതൊരു സാറ്റർഡേ വീക്കെൻഡ് ആണ്, സാറ്റർഡേ സൺഡേ ആണെങ്കിൽ 4 മണിക്കൊന്നും ഞാൻ എണീക്കില്ല. പിന്നെ എനിക്ക് 6 മണി അല്ലെങ്കിൽ 7 മണി ജിമ്മിൻ്റെ ടൈം നോക്കിയിട്ട് എണീക്കും. ഞങ്ങൾ ടേൺ എടുത്തിട്ട് ജിമ്മിൽ പോകും. ഗോപു പോയി വന്നിട്ട് ഞാൻ പോകും, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ പോയാൽ ഗോപു വരും. അങ്ങനെ കുറേ നല്ലോണം ഡിസിപ്ലിൻഡ് ആണ് ഇപ്പോൾ. ഇതൊക്കെ സംഭവിച്ചത് ആര്യൻകുട്ടൻ്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം പറഞ്ഞില്ലേ മോന് ബേബിക്ക് 2.5 ഇയേഴ്സ് ആയിട്ടുള്ളോട്ട് എല്ലാം മാറില്ലേ, എല്ലാം മാറും, എല്ലാ റുട്ടീനും മാറും. പക്ഷേ ഞങ്ങളിത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്നുണ്ട് ഈ ഒരു റുട്ടീൻ. കാരണം ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഈ ഒരു ഡിസിപ്ലിനാണ് ശരിക്കും ഞങ്ങളിപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിർത്തുന്നത്. ജിമ്മിൽ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ഡയറ്റ് കീപ്പ് ചെയ്യുന്നതും കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പോകുന്നതും ഏർലി വേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നമ്മളെ കൊണ്ട് അതൊന്ന് സാധിക്കുന്നുണ്ടല്ലോ, മടിയില്ലാണ്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് യൂണിവേഴ്സിനോട്. അപ്പോൾ റൈറ്റ് ടൈം വരുമ്പോൾ നമ്മളെല്ലാവരും ആ ഒരു സ്റ്റേജിലെത്തും. നമുക്ക് പോയാലോ, ദേ അവിടെയാണ്. ഇപ്പം ഞാനിങ്ങനെ ചായയൊക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റൈലായിട്ട് ഇടത്തെ കൈ കൊണ്ട് താക്കോലൊക്കെ ഇട്ടിട്ട് കാർ ഓൺ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. പണ്ട് ഈ ഡ്രൈവിംഗ് തുടങ്ങിയ സമയത്തുണ്ടല്ലോ, ഇങ്ങനെ കീ വെച്ചിട്ട് കാർ ഓണാവുന്ന ഒരു ശബ്ദം വരില്ലേ, അപ്പം എൻ്റെ ചങ്കുന്നൊരു ഒരു 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 കൊളുത്തി വലിക്കൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളുടെ ഒരു ഷൂട്ടിന് തൃക്കാക്കര ടെമ്പിളിൽ പോയപ്പോൾ അവിടെ ഒരു ലേഡി വന്നിട്ട് എന്നോട് പറഞ്ഞു അവർ ഡ്രൈവിംഗ് പഠിച്ചത്, കോൺഫിഡൻസ് കിട്ടിയത്, കാർ എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന്. അതിൻ്റെ അപ്പുറത്ത് എന്ത് സന്തോഷം എനിക്ക് വേണ്ടല്ലേ. സൂപ്പർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഹൂസ് യുവർ ക്യാമറമാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ. ബിഹൈൻഡ് ദ ക്യാമറ ആരാണെന്ന് നിങ്ങൾ ഇത്രയും കാലം കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ക്യാമറ പേഴ്സൻ്റെ പേര് എല്ലാം തരൂ, ക്യാമറ തരൂ, കമോൺ. ഓൻ്റെ ക്യാമറ എനിക്ക് തരില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമറയിൽ എടുത്ത് കാണിക്കാം. ഇതാണ് ഗൈസ് എൻ്റെ ക്യാമറമാൻ, മിസ്റ്റർ സ്റ്റോറി ടെല്ലർ ഷൈൻ ആണ് നമ്മളുടെ ക്യാമറ പേഴ്സൺ. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് നമ്മളുടെ വീഡിയോസ് എല്ലാം എടുക്കുന്നത് ഷൈൻ ആണ്. പൊന്നൂന്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ് ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ എനിക്ക് കഴിക്കണം എന്ന് തോന്നുന്ന സാധനം എന്താണെന്നറിയോ പൊന്നു? എപ്പോഴും ചോറും മീൻകറിയും ഉപ്പേരിയും, ഹോം മെയ്ഡ് മീൽസ് ഉണ്ടല്ലോ, മീൻകറി, മീൻ പൊരിച്ചത്, ചോറ്, അതാണ് വീട്ടിലുണ്ടാക്കുന്ന ഊണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. പിന്നെ അത് കഴിഞ്ഞാൽ ചായ. ഒരു ദിവസം ഞാൻ എത്ര ചായ കുടിക്കുന്നറിയോ? കുറേ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ടയേർഡാകുമ്പോൾ, കുറേ ഷൂട്ട് ചെയ്ത് ടയേർഡാകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു എന്നെ മുന്നോട്ട് പുഷ് ചെയ്യുന്നൊരു സാധനം എൻ്റെ ചായയാണ്. ഭയങ്കര ചായ ലവറാണ് ഞാൻ. അഭിജിത്ത് നാരായണന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹായ് അഭിജിത്ത്, ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പുരുഷനെ കാണുന്നത്. സാധാരണ നമ്മളുടെ ചാനലിൽ നമ്മൾ പെണ്ണുങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. എനിവേസ്, വെൽക്കം ടു ഫാമിലി. അഭിജിത്ത്, വാട്ട് ഈസ് യുവർ അക്കാദമിക് ക്വാളിഫിക്കേഷൻസ് ഫോർ ബോത്ത്? ഞങ്ങളുടെ രണ്ടുപേരും, എനിക്ക് ഒന്ന് ഗോമുൻ്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ MBA ചെയ്തതാണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, HR ആൻഡ് മാർക്കറ്റിംഗ്. ഞാൻ CMS കോളേജിലാണ് പഠിച്ചത്, കോയമ്പത്തൂർ. പിന്നെ ഞാനൊരു ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് കുച്ചുപുടി, ബിക്കോസ് ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ അതിലൊരു ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ അക്കാദമിക് ക്വാളിഫിക്കേഷൻസ്. പിന്നെ BCom ആയിരുന്നു, ഡിഗ്രി. പിന്നെ ഗോപു ആയുർവേദ ഡോക്ടറാണ്, എന്തായിരുന്നു BAMS, അതാണ് ഗോപുവിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി ഒരു ലാസ്റ്റ് ചോദ്യം ഞാൻ വായിക്കാം. അതോടുകൂടി നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ടോക്ക് ലവിന്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. പ്രഭയുടെ ചോദ്യമാണ്. പ്രഭ അരുൺ, ഹായ് പ്രഭ, ഐ വോണ്ട് ടു നോ അബൌട്ട് വാട്ട് ഓൾ ആർ ദ ചേഞ്ചസ് നിമി ഫീൽ വെൻ യു സ്റ്റാർട്ടഡ് ഏർണിംഗ്സ്. ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ലേഡീസ് ഷുഡ് ബി ഫിനാൻഷ്യലി സ്റ്റേബിൾ ബിഫോർ ഗെറ്റിംഗ് മാരീഡ്? ഹൗ ഇസ് യുവർ ലൈഫ് എക്സ്പീരിയൻസ് ആസ് എ വർക്കിംഗ് വുമൻ ആൻഡ് ഹാവ് യു എവർ തിങ്ക് ബിഫോർ വാട്ട് യു ഡു ജസ്റ്റ് ആസ് എ ഹൗസ് വൈഫ്? ആദ്യമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ഉള്ള എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ഉള്ളതുപോലെ തോന്നി, ഇൻഡിപെൻഡൻ്റ് ആയതുപോലെ തോന്നി, ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നി. കാരണം
നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പഠിപ്പിച്ച് വിട്ട് പെട്ടെന്ന് തന്നെ ജോബൊക്കെ കിട്ടി നമ്മുടെ കാര്യം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ വരുന്ന എല്ലാ പെൺപിള്ളേർക്കും ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രൗഡ് ഫീൽ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. MBA കഴിഞ്ഞ ഉടനെ തന്നെ വിതിൻ 2 months എനിക്ക് ജോബ് കിട്ടി. അപ്പോൾ ആ ഒരു ഇയർ ആ ഒരു ടൈം തൊട്ട് കണ്ടിന്യൂസ്ലി ഞാൻ വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിച്ചില്ലേ ഇപ്പൊ ഹൗസ് വൈഫായിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യാതെ ഇരുന്നിട്ടില്ല കേട്ടോ ഒരിക്കലും. HR ആയിട്ട് കുറച്ച് വർഷങ്ങൾ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് VJ ആയി. 5 വർഷം ഞാൻ സൂര്യ മ്യൂസിക്കിൽ ആങ്കർ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൺസീവ് ആയി. അത് കഴിഞ്ഞ് പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു വീട്ടിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, പേഴ്സണൽ തോട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ പെമ്പിള്ളേരെ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എന്നും സ്വന്തം കാര്യം നോക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരോടെങ്കിലൊക്കെ സഹായം ചോദിക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കുക, അച്ഛനോട് ചോദിക്കുക. നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് കേപ്പബിൾ ആണ് ഒരു ജോലിക്കെന്ന് തോന്നി തുടങ്ങിയാൽ ജോലി ചെയ്ത് തുടങ്ങുക, ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ 100% ഒരു ജോബിലിടുക, ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകും. ഒരിക്കലും വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യരുത്. ബിക്കോസ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു കാര്യം തരുന്ന ഒരു പവർ വേറെ തന്നെയാണ്. നമ്മുടെ ഫാമിലീനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ആ ഫാമിലിയിൽ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ആവണം. നമ്മളും എന്താ വീട്ടിൽ വെറുതെ ഇരിക്കാനുള്ളവരാണോ നമ്മൾ? അല്ല, നമുക്കും ഒരുപാട് കഴിവുകളുണ്ട്. അത് കണ്ടെത്തിയിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാം. നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ പോയി വർക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക, സ്വന്തം കാര്യം നല്ല അടിപൊളിയായിട്ട് നോക്കുക. അങ്ങനത്തെ പെൺകുട്ടികൾക്ക് ഉള്ള റെസ്പെക്റ്റ് വേറെ തന്നെ ആയിരിക്കും. പക്ഷേ ചില സിറ്റുവേഷൻസ് കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരെ ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റിയാൽ, ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. ഞാനും ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് അത് വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമായിരുന്നു എൻ്റേത്. പക്ഷെ എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ടോക്ക് ലവിൻ്റെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാനും കുറേ നാളായിട്ട് മിസ് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു ഇത്, നമ്മൾ ഈ ടോക്ക് ലവ്. പിന്നെ ഹാപ്പി ന്യൂസ്, നമ്മൾ ഒരു പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ക്ലോത്തിങ് ബ്രാൻഡ് കോൾഡ് നായിക ബൈ നിമ്മി അരുൺ ഗോപൻ. ഇൻസ്റ്റാഗ്രാം പേജ് നായിക ബൈ നിമ്മി അരുൺ ഗോപൻ ആണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നായികയുടെ വിഷു സ്പെഷ്യൽ കളക്ഷനൊക്കെ ഞങ്ങളിത് ഈ വരുന്ന വീക്ക് തൊട്ട്, വരുന്ന ദിവസം തൊട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. അപ്പം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണം. നമ്മുടെ ഈ വെതറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. സോ നായികയുടെ ഇൻസ്റ്റാഗ്രാം പേജ് പ്ലീസ് ഫോളോ ചെയ്യണം. ഓക്കെ, പോവാം നമുക്കപ്പം. അപ്പോൾ സീ യു ഓൺ അവർ നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ ഇന്നത്തേത് കഴിഞ്ഞു, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലോട്ട്സ് ഓഫ് ലവ്, ബൈ.